ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ രേവതി സച്ചിയുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ രേവതിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. നമ്മുടെ രേവതിയുടെ അനിയ രേവതിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടൻ അത്ര നല്ലതൊന്നുമല്ല, സച്ചിയേട്ടൻ്റെ വീഡിയോ രേവതി ചേച്ചി ഒന്ന് നോക്കിയെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രേവതിയാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നീട് ആ വീഡിയോ സച്ചിയുടെ വണ്ടിയിൽ കുറേ പേര് കയറുന്നുണ്ട്, യാത്രക്കാർ കയറുന്നുണ്ട്. യാത്രക്കാർ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ ഫോണിലിരുന്ന് കാണുന്നുണ്ട്. അപ്പോഴാണെങ്കിലും യാത്രയുടെ പകുതി വെച്ചിട്ട് അയാൾ പറയുന്നുണ്ട്, വണ്ടി ഒന്ന് നിർത്തിക്കേ, തൻ്റെ പോലെയുള്ള ആൾക്കാരുടെ വണ്ടിയിലൊന്നും ഇനി യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് പേടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ സച്ചിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ മധുസൂദനാണെങ്കിലോ പോലീസിനെ വിളിച്ച് പരാതി നൽകുന്നുണ്ട്. ഇതുപോലെയുള്ള ആൾക്കാർ, ഡ്രൈവർമാർ യാത്രക്കാരെ അപകടത്തിൽ പെടുത്തും, അതുകൊണ്ട് എത്രയും വേഗം ആക്ഷൻ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് മധുസൂദനൻ. പിന്നീടാണെങ്കിലോ സുധി വീട്ടിലെല്ലാവരെയും വിളിച്ചുകൊണ്ടിരുത്തുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഞാനൊരു സിനിമ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിയുടെ വീഡിയോ ടി വിയിലിട്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ചന്ദ്രയാണെങ്കിലോ പറയുന്നുണ്ട്, ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ, ഈ ലോകം മൊത്തം കണ്ടിട്ടുണ്ടാവില്ലേ, എല്ലാവരും നാണം കെടുത്തിയില്ലേ അവൻ എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്ര. രവിക്കാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ വിഷമാവുന്നുണ്ട്. എന്നിട്ട് രവിയാണെങ്കിലോ സച്ചിയോട് ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് അവിടെ നിന്ന് നീച്ചു പോകുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് രവിക്കാകെങ്കിൽ വിഷമാവുന്നുണ്ട്. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെയുള്ള ചെമ്പനീർപ്പൂ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.